മാതൃഭൂമി ബുക്സ് ആണ് എന്തായാലും അനീഷുമായിട്ട് പുതിയതായി കൈ കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്കറിയും. അതായത് ആളൊരു റൈറ്ററാണ് എന്ന് നമുക്കറിയില്ല. ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് മുന്നേ തന്നെ ആളൊരു പുസ്തകം എന്തായാലും എഴുതിയിരുന്നതാണ്, നേരം തുടങ്ങ് എന്ന് പറഞ്ഞിട്ട്. അതിനിപ്പോൾ നല്ല രീതിയിൽ ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വായിക്കുന്നുണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കുന്ന കാര്യം. നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ കാണാവുന്നതാണ് എന്തായാലും ആ ഒരു പുസ്തകം കൈപിടിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം. കാര്യം ബിഗ് ബോസ് ഹൗസിലൂടെ അനീഷ് ഉണ്ടാക്കിയെടുത്തൊരു റീച്ച് തന്നെയാണ് എന്തായാലും അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ. കാര്യം ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു തട്ടകം അനീഷിന് കിട്ടി, അതിനകത്ത് ആളുകളങ്ങ് ആടി തിമിർത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയില്ല. അതായത് ബിഗ് ബോസ് ഹൗസ് കൊണ്ട് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഓഫ് സീസൺ 7 വേറെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം അത്രയധികം മാറ്റങ്ങളാണ് എന്തായാലും അനീഷിന് എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തായാലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് അടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ, അത് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു അവാർഡോ കാര്യങ്ങളൊന്നും ഇതുവരെ വേറൊരു മത്സരാർത്ഥിക്കും ഇന്നലെ ലഭിച്ചിട്ടില്ല. എന്നാലും അതിന്റെയൊക്കെ ഒപ്പം തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാതൃഭൂമി ബുക്സ് ആണ് എന്തായാലും അനീഷിന്റെ രണ്ടാമത്തെ റൈറ്റിംഗ് ആയിട്ടുള്ള കതിരാളൻ എന്ന് പറയുന്ന ആളുടെ നോവൽ എന്തായാലും പ്രസിദ്ധീകരിക്കുന്നത്. അതൊരു ചെറിയൊരു കാര്യമല്ലല്ലോ. കാര്യം മാതൃഭൂമി പോലത്തെ ഒരു ബ്രാൻഡുമായിട്ടൊക്കെ ഒരു ഒത്തുചേർന്നൊരു കാര്യം എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഏതൊരു റൈറ്ററും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും മാതൃഭൂമി പോലത്തെ ഒരു ബ്രാൻഡ് തന്റെ ഒരു റൈറ്റിംഗ് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്നത്. സോ അത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. സോ അപ്പൊ ഈ മാതൃഭൂമിയുമായിട്ടും എന്തായാലും അനീഷിനെ കണക്ട് ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറപ്പായിട്ടും നോക്കുകയാണെങ്കിൽ അത് ബിഗ് ബോസ് ഹൗസിനകത്ത് അനീഷ് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിലൂടെ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ, ഇതെല്ലാമാണ് ഉറപ്പായിട്ടും ഈ ഒരു നേട്ടത്തിലേക്കും അദ്ദേഹത്തിന് നയിച്ചത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ലേ. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അനീഷിനെ പോലത്തെ രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇനിയും ബിഗ് ബോസ് ഹൗസിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത്. കാര്യം ജസ്റ്റ് ഇതൊരു ഗെയിം എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ഒരുപാട് സാധ്യതകൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ലൈഫിൽ നടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉറപ്പായിട്ടും ആ ഒരു ഷോക്കകത്ത് ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം ആ ഒരു ഷോയുടെ റീച്ച് അത്രത്തോളമാണ്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി മാത്രം ഇന്നുള്ള മത്സരാർത്ഥികൾ ഉറപ്പായിട്ടും ഇതിനകത്തേക്ക് വരിക. കാര്യം ഈ ഒരു ഷോയുടെ ഇമ്പാക്റ്റും ചെറുതൊന്നുമല്ല. കാര്യം ഓരോ ഇവർ പറയുന്ന ചെറിയൊരു വാക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇതൊക്കെ എത്രത്തോളം പുറത്ത് ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നതൊക്കെ നമ്മൾ കണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന ഷോക്കകത്ത് ചെയ്തു കൂടുന്ന കാര്യങ്ങൾ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് പോസിറ്റീവിന് അപ്പുറത്തേക്ക് നെഗറ്റീവായിട്ടും ആൾക്കാർക്ക് മാറാറുള്ളത് നമുക്കറിയാവുന്ന കാര്യം. ഈ ഒരു ഷോക്കകത്ത് വന്നിട്ട് വലിയ രീതിയിൽ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് വളരെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് പുറത്തടക്കം ഒരു ചീത്തപ്പേരുണ്ടാക്കി വെച്ച മത്സരാർത്ഥികളും കുറച്ചൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വലിയ രീതിയിൽ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് ഷോ എന്ന് മനസ്സിലാക്കി ആ ഒരു സീരിയസോടുകൂടി തന്നെ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രം ഈ ഒരു ഷോയെ സമീപിക്കണം എന്ന് മാത്രം എനിക്ക് എന്തായാലും വലിയ പറയാൻ എനിക്കുന്ന മത്സരാർത്ഥികളോട് എന്തായാലും പറയാനുള്ളൂ.